Thank you, friends, for joining. Thank you for watching. നമ്മൾ പകുതി വഴിയായപ്പോൾ അവസാനിപ്പിച്ച ഒരു ലൈവാണ് സുറിയാനി സഭയിലെ വിശുദ്ധ കുർബാനയിലെ 5-ാം തുബ്ദനിൽ അനുസ്മരിക്കുന്ന പിതാക്കന്മാരെ കുറിച്ച്. ആ പിതാക്കന്മാരുടെ ഓർമ്മ ഞാൻ പലപ്പോഴും ഓർമ്മിപ്പിച്ചിട്ടുള്ളതുപോലെ സുറിയാനി സഭയുടെ ആരാധന അതൊരു ജീവിതത്തിൻ്റെ ഭാഗമാണ്. അത് ഓർമ്മകളുടെ ഒരു കൂമ്പാരമാണ്. ഓർമ്മകളില്ലാത്ത മനുഷ്യൻ മരിച്ചതിന് തുല്യമാണ്. നമുക്കറിയാം, ഈ ആധുനിക കാലത്ത് സ്മൃതിനാശം സംഭവിക്കുന്ന മനുഷ്യരെ കുറിച്ച്, അൽഷിമേഴ്സ് രോഗബാധിതരായവരെ കുറിച്ചൊക്കെ നമുക്ക് ഈ ആധുനിക കാലത്ത് കൂടുതൽ അവബോധമുണ്ട്. അൽഷിമേഴ്സ് രോഗത്തിന് വെളിച്ചെണ്ണ നല്ല മരുന്നാണെന്നും അതിനെ സ്ലോ ചെയ്യുവാനും തടയാനും ഒക്കെ സാധിക്കുമെന്നൊക്കെ പലരും അവകാശപ്പെടുന്നുണ്ട്. ദിവസവും 50 ഗ്രാം ഉരുക്ക് വെളിച്ചെണ്ണ അകത്ത് കഴിച്ചാൽ അൽഷിമേഴ്സ് ഉണ്ടാകുകയില്ലെന്നൊക്കെയാണ് കുറെ ആളുകൾ അവകാശപ്പെടുന്നത്. ഏതായാലും ഈ സഭയെ സംബന്ധിക്കുന്ന മറവിക്ക് പരിശുദ്ധ റൂഹയാകുന്ന എണ്ണ വളരെ നല്ലൊരു ഔഷധമാണ്. പലർക്കും നല്ല മറവി ഉണ്ടാകുന്നുണ്ട്. പിന്നെ ആളെ തിരിച്ചറിയാൻ പറ്റാതെ വരിക എന്നൊരു രോഗമുണ്ട്. ഇപ്പം സാബ് വരുമ്പോൾ ജോസ് ആണെന്ന് തോന്നുക, ജോസിനെ കാണുമ്പോൾ ചെറിയാനാണെന്ന് തോന്നുക, ചെറിയാനെ കാണുമ്പോൾ ചന്ദ്രനാണെന്ന് തോന്നുക, ചന്ദ്രനെ കാണുമ്പോൾ ശശിയാണെന്നും, സ്വന്തം അപ്പനെ കാണുമ്പം അപ്പുറത്തെ ലത്തീഫാണെന്നും ഒക്കെ അങ്ങ് തോന്നുക. ഇങ്ങനെ തോന്നുന്ന അസുഖമുണ്ട്. അപ്പൊ ഇത് മറവി രോഗം, ആള് മാറിപ്പോവുക, ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾ ആളുകൾക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി കണ്ടിട്ടാണ് ഈ തുബ്ദന് ക്രമീകരിച്ചിരിക്കുന്നത്. കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയുടെ സൈനാക്സാറിയത്തിൽ നമ്മൾ കാണുമ്പോൾ ആയിരക്കണക്കിന് വിശുദ്ധരുടെ പേരുകളാണ് അവർ അനുസ്മരിക്കുന്നത്. വളരെ ബൃഹത്തായ ഒരു ഗ്രന്ഥമാണ്. ഓരോ പേരുകൾ മാത്രമാണ് അനുസ്മരിക്കുന്നതെങ്കിലും, അല്ലെങ്കിൽ അവരോട് ചേർത്ത് ഒരു ചെറു വിശേഷണവും മാത്രമാണ് ഉള്ളതെങ്കിലും, വളരെ ബൃഹത്തായ, വളരെ ദൈർഘ്യമുള്ള ഒരു കാലഘട്ടത്തിലേക്ക് ആ സഞ്ചാരപഥത്തിലൂടെ നമ്മെ കൊണ്ടുപോവുകയാണ്. വിശാലമായ ഒരു ഭൂമികയിൽ ജനപദങ്ങൾ, ചരിത്രങ്ങളിലൂടെ, രാജസിംഹാസനങ്ങളുടെ ചരിത്രങ്ങൾ, സാമ്രാജ്യങ്ങളുടെ ഉയർച്ചകൾ, താഴ്ചകൾ, വീഴ്ചകൾ, യുദ്ധങ്ങൾ, കലഹങ്ങൾ, ഭൂകമ്പങ്ങൾ, പ്രയാണങ്ങൾ, പ്രവാസങ്ങൾ, വംശഹത്യകൾ, രക്തച്ചൊരിച്ചിലുകൾ, ചോരയും തീയും ഒക്കെ അനുഭവിക്കുന്ന ചരിത്രത്തിലൂടെയുള്ള ഒരു യാത്ര. അതാണ് നമ്മൾ ആ സൈനാക്സാറിയം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. കേവലം പേരുകളല്ല, ചിലപ്പോൾ വിരസത ഉണ്ടാവും. പലപ്പോഴും നമ്മൾ ആലോചിക്കും, ബൈബിളില് ഈ ദിനവൃത്താന്ത പുസ്തകം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. നിങ്ങളൊക്കെ ഏറ്റവും കുറച്ച് ബൈബിൾ വായിക്കുന്നവർ തന്നെ വായിക്കാത്തൊരു പുസ്തകമാണ് ദിനവൃത്താന്ത പുസ്തകം. കാരണം ഏറ്റവും ബോറടിക്കുന്ന പുസ്തകമാണ്. ഒത്തിരി ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇതെന്തിനാ ബൈബിൾ വെച്ചിരിക്കുന്നത്? ഈ ബൈബിൾ മുഴുവൻ വായിച്ചിട്ടുണ്ടെന്ന് അവകാശപ്പെടുന്ന പലരും സ്വകാര്യമായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ ദിനവൃത്താന്തം ഒഴിച്ച് ബാക്കിയെല്ലാം വായിച്ചിട്ടുണ്ട്. കാരണം അത്രമാത്രം നമ്മെ ബോറടിപ്പിക്കുന്ന ഒന്നാണ് ദിനവൃത്താന്തം. പുതിയ നിയമം നമ്മൾ വായിക്കാൻ തുടങ്ങുമ്പോൾ മത്തായിയുടെ സുവിശേഷം എടുത്താൽ 1-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ അബ്രഹാം ഇസ്ഹാക്കിനെ ജനിപ്പിച്ചു, ഇസ്ഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു, ഇങ്ങനെ നമ്മൾ വായിച്ചു പോവാണ്. ആ ഒരു അധ്യായം സ്കിപ്പ് ചെയ്ത് വായിക്കുന്നവരുണ്ട്. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കണം, അത് ദിനവൃത്താന്ത പുസ്തകത്തിലായാലും കോപ്റ്റിക്കയുടെ സൈനക്സാറിയത്തിലായാലും
വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിലായാലും പരിശുദ്ധ സഭയുടെ വിശുദ്ധ കുർബാനയിലെ തുബ്ദേണിലായാലും എന്തിനാണ് ഇങ്ങനെ ആളുകളുടെ പേരുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്? അതേക്കുറിച്ച് ഞാൻ ചിലപ്പോൾ ചിന്തിക്കും. അപ്പൊ നമ്മുടെ ഈ കേരളത്തിന്റെ ജനകീയ കവിയായിരുന്ന കടമ്മനിട്ട രാമകൃഷ്ണന്റെ പ്രസിദ്ധമായ ഒരു ഈരടി ഉണ്ടല്ലോ, നിങ്ങളോർക്കുക നിങ്ങളോർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. അത് അതിൻ്റെ ഉത്തരം അതാ, നിങ്ങളോർക്കുക നിങ്ങളോർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. അപ്പൊ നമ്മെ നാമാക്കി മാറ്റിയ മഹാരഥന്മാർ, വിശുദ്ധന്മാർ, താപസ ശ്രേഷ്ഠന്മാർ, ദൈവശാസ്ത്രജ്ഞന്മാർ, മൽപ്പാന്മാർ, മരുഭൂപിതാക്കന്മാർ, രക്തസാക്ഷികൾ, സഹതന്മാർ, മൗദ്യാനന്മാർ, ഏവങ്കേലിസ്തന്മാർ, നമ്മെ ഇന്ന് നാമാക്കിയത് അങ്ങനെയുള്ള ഒരുപാട് വിശുദ്ധന്മാരുടെ ജീവിതവും അധ്വാനവും പ്രയത്നവും ഒക്കെയാണ് നമ്മെ നാമാക്കി മാറ്റിയത്. അപ്പൊ അതുകൊണ്ടാണ് അവരെ സഭ നന്ദിപൂർവം സ്മരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ വിശുദ്ധ കുർബാനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് തുബ്ദാൻ വായിക്കുന്നത്. പണ്ടൊക്കെ പള്ളി പോകുന്ന സമയത്ത് ഈ തുബ്ദാൻ വായിക്കുമ്പോൾ ഒരു ആശ്വാസം, അവിടെ ഇരിക്കാൻ പറ്റുമല്ലോ എന്നുള്ളതാണ്. മറ്റ് സഭക്കാർക്ക് അറിയാൻ പാടില്ല എങ്കിൽ സുറിയാനി സഭയുടെ ആരാധന ഉടനീളം നിന്നുകൊണ്ടാണ് നിർവഹിക്കുന്നത്. അവിടെ കസേരയില്ല. കസേരയിൽ സുഖമായിട്ടിരുന്നു കൊണ്ട് പ്രാർത്ഥനാ യോഗങ്ങളിൽ സംബന്ധിക്കുന്ന പാശ്ചാത്യ സഭകളിൽപ്പെട്ടവർക്ക്, ആധുനിക അല്ലെ അടുത്ത കാലത്ത് മാത്രം ക്രിസ്ത്യാനികളായവർക്ക് അറിയില്ലായിരിക്കാം. എന്നാൽ സുറിയാനി പാരമ്പര്യത്തിൽ നിന്നുകൊണ്ടാണ് ആരാധന നിർവഹിക്കുന്നത്. ദീർഘമായ ശുശ്രൂഷയാണ്. 2 മണിക്കൂർ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ ഈ 10 മിനിറ്റ് തികച്ചു വരത്തില്ല. ഒരു 5-8 മിനിറ്റ് സമയം ഇരിക്കാൻ പറ്റുന്ന ഈ തുബ്ദാൻ വായിക്കുമ്പോഴാണ്. അപ്പൊ അതുകൊണ്ട് വലിയൊരു സന്തോഷമായിരുന്നു. പക്ഷെ അത് ഇരിക്കാൻ വേണ്ടിയുള്ള ഒരു സന്ദർഭമല്ല, മറിച്ച് ഇരുന്ന് ധ്യാനിക്കുവാൻ, ചരിത്രത്തിലൂടെ സഞ്ചരിക്കുവാൻ, സഭയുടെ വിശ്വാസ പ്രമാണത്തെ കുറിച്ച് ഒരിക്കൽ കൂടെ ചിന്തിക്കുവാൻ, ആ വിശ്വാസത്തിന് വേണ്ടി ത്യാഗം സഹിച്ചവരെയും ജീവൻ ബലിയർപ്പിച്ചവരെയും അനുസ്മരിക്കുവാൻ, ആ വിശ്വാസ വീരന്മാരുടെ സ്മരണ നൽകുന്ന പുതിയ ഉണർവോടെ, പുതിയ ഒരു ഉന്മേഷത്തോടെ തുടർന്നുള്ള ശുശ്രൂഷകളിൽ പങ്കെടുക്കുവാൻ, വർദ്ധിച്ച ഉന്മേഷത്തോടെ എഴുന്നേൽക്കുവാൻ, അതിനാണ് അവിടെ ഇരിക്കുന്നത്. പുതിയ കരുത്തോടെ, പുതിയ പ്രതിജ്ഞകളോടെ, പുതിയ തീരുമാനങ്ങളോടെ, വിശ്വാസ പ്രഖ്യാപനത്തിന്റെ ദൃഢധൈര്യത്തോടെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ. അതുകൊണ്ടാണ് ഈ കുർബാനയുടെ ഇടയിൽ ഈ തുബ്ദാൻ ക്രമീകരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ അത് ഏറ്റവും നമ്മൾ ധ്യാനിക്കേണ്ട സമയമാണ്. നമ്മൾ ഓരോ പിതാക്കന്മാരെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ വിശുദ്ധ കൂറിലോസ്, അതായത് ഉന്നതപ്പെട്ട മാർ കൂറിലോസ്, അവിടെ വരെയാണ് നമ്മൾ ചിന്തിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ച, നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ച വചനമായ ദൈവം ശരീരിയായി തീർന്നുവെന്ന്, നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ മനുഷ്യാവതാരത്തെ കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മോർ കൂറിലോസും. അതെ, സത്യവാനായിരുന്നു, ഉന്നത ഗോപുരമായിരുന്നു, പ്രസിദ്ധനായിരുന്നു.
മാർ കൂറിലോസും. നമ്മൾ ഇംഗ്ലീഷിൽ സിറിൽ ഓഫ് അലക്സാൻഡ്രിയ. ദൈവശാസ്ത്രം പഠിക്കുന്നവർക്ക് വളരെ പരിചിതനായ വ്യക്തിയാണ്. എല്ലാ സഭകളും ഒരുപോലെ ആദരിക്കുന്ന വ്യക്തിയാണ് സിറിൽ ഓഫ് അലക്സാൻഡ്രിയ. Saint Cyril, the exalted and true tower, who clearly expounded and declared the incarnation of God, the Word, our Lord Jesus Christ, who took flesh. വചനമായ ദൈവം ശരീരിയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മോർ കൂറിലോസ്. അപ്പൊ നിങ്ങൾ അടുത്ത പ്രാവശ്യം തുബ്ദാൻ കേൾക്കുമ്പോൾ നെസ്തോറിയന്റെ വാദത്തിനെതിരായി ഉന്നത ഗോപുരമായി പരിശുദ്ധ സഭയുടെ വിശ്വാസത്തിന്റെ ഉറച്ച ഗോപുരമായി നിലകൊണ്ട മഹാമനീഷി, വിശുദ്ധൻ, പ്രസിദ്ധൻ, സത്യവാൻ. പ്രസിദ്ധന്മാരല്ല സത്യവാന്മാരായിരിക്കണമെന്നില്ല. ഇദ്ദേഹം പ്രസിദ്ധനായിരുന്നു, സത്യവാനായിരുന്നു, ഉന്നത ഗോപുരമായിരുന്നു. ആർക്കെതിരെയായിരുന്നു? നെസ്തോറിയന്മാർക്കെതിരെ, അല്ലെങ്കിൽ നെസ്തോറിനെതിരെ. സാക്ഷാൽ നെസ്തോർ കൊണ്ടുവന്ന ആ വിശ്വാസത്തെ ഏറ്റവും ശക്തമായി എതിർത്ത സഭാപിതാവാണ് കൂറിലോസ്. പിന്നീട് അദ്ദേഹത്തിന്റെ മുൻകൈയിലാണ് എഫേസോസിൽ സുന്നഹദോസ് നടക്കുന്നത്. നെസ്തോറിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിയത് അങ്ങനെയാണ്. ഒരു സുന്നഹദോസ് വിളിച്ചു കൂട്ടപ്പെടും, അത് കോൺസ്റ്റാന്റിനോപ്പിളിൽ വെച്ചായിരിക്കും നടക്കുന്നതെന്ന് നെസ്തോർ കണക്കുകൂട്ടി. കുസ്തന്തീനോപ്പോലിസ് തന്റെ അധികാരപരിധിയിലുള്ള സ്ഥലമാണ്. നെസ്തോർ അന്ന് കുസ്തന്തീനോപ്പോലിസിലെ പാത്രിയർക്കീസാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ കണക്കുകൂട്ടലുകളെ തകിടം മറിച്ചുകൊണ്ട് സുന്നോദോസ് വന്നത് എഫേസോസിലാണ്. ആ എഫേസോസിൽ വെച്ച് നടന്ന സുന്നോദോസിലാണ് നെസ്തോറിന്റെ ഉപദേശങ്ങൾ വേദവിപരീതമാണ് എന്ന് പ്രഖ്യാപിക്കപ്പെടുന്നത്. അപ്പൊ നമ്മൾ തുബ്ദേനിൽ ആ പിതാവിനെ അനുസ്മരിക്കുകയാണ്. നമ്മൾ തുബ്ദേനിൽ വായിക്കുന്ന എന്താണ്? വചനമായ ദൈവം ശരീരിയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും വിശുദ്ധനും പ്രസിദ്ധനും ഉന്നത ഗോപുരവുമായ കൂറിലോസ്. എന്ന് പറയുമ്പോൾ നെസ്തോറിയനിസവുമായിട്ടും നെസ്തോറുമായിട്ടുള്ള ഒരു ബന്ധവും നമുക്കില്ല. അപ്പൊ വിശുദ്ധ കുർബാനയിൽ ഈ കൂറിലോസിനെ അനുസ്മരിക്കുന്നവർ, ആ പാരമ്പര്യത്തിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നുവെന്ന് വിശുദ്ധ കുർബാന മധ്യേ ആണയിടുന്നവർ, അവരാണ് മലങ്കരയിൽ ഞങ്ങളുടെ പൂർവികർ നെസ്തോറിയന്മാരായിരുന്നു എന്ന് യാതൊരു ശങ്കയുമില്ലാതെ, യാതൊരു മനഃശാഞ്ചല്യവുമില്ലാതെ സോഷ്യൽ മീഡിയയിൽ എഴുതി വിടുന്നു. നിങ്ങളതിന്റെ വൈരുദ്ധ്യം ചിന്തിക്കണം. ഏതെങ്കിലും ഒന്ന് വേണം പറയാൻ. ഒന്നുകിൽ നമ്മൾ സത്യവാനും ഉന്നത ഗോപുരവും പ്രസിദ്ധനുമായ മോർ കൂറിലോസിന്റെ ആ പാരമ്പര്യത്തിൽ, ആ പൈതൃകത്തിൽ, ആ വിശ്വാസത്തിൽ, ആ വിശ്വാസധാരയിൽ നമ്മൾ ഉറച്ചു നിൽക്കണം, അഭിമാനിക്കണം. അല്ലെങ്കിൽ നമ്മുടെ പിതാക്കന്മാർ, മലങ്കരയിലെ പിതാക്കന്മാരൊക്കെ നെസ്തോറിയന്മാരായിരുന്നു എന്ന് യാതൊരു ഉളുപ്പുമില്ലാതെ വിളിച്ചു പോവുക. ഇത് തമ്മിൽ പൊരുത്തക്കേടുണ്ട്. കാരണം സുറിയാനി സഭയ്ക്കും സുറിയാനി സഭയുടെ വിശ്വാസത്തിന് നെസ്തോറിസവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അങ്ങനെയല്ല, ഞങ്ങളുടെ പിതാക്കന്മാർ ഇവിടെയൊക്കെ ഞങ്ങൾക്ക് നെസ്തോറിയന്മാരായിരുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾ അടുത്ത കാലത്ത് സുറിയാനി സഭയിലേക്ക് മാർഗം കൂടിയവരാണ് എന്നാണ് അതിൻ്റെ അർത്ഥം.
ഇതാണ് ഞാൻ കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാണിച്ച വസ്തുത. അതിലെനിക്ക് ധാരാളം മെസ്സേജുകൾ കിട്ടി. ഒരുപാട് ആളുകൾ അങ്ങനെ പ്രതികരിച്ച ധാരാളം ആളുകളുണ്ട്. അവർക്കൊക്കെ നന്ദി. ഒരു ജേക്കബ് ഈശോ സാറ്, അദ്ദേഹത്തിൻ്റെ ഒരു വോയിസ് ക്ലിപ്പ് എനിക്ക് കിട്ടി. അതുപോലെ ഒരു തരകൻ്റെ വോയിസ് ക്ലിപ്പ് കിട്ടി. കൂടുതൽ ബഹുമാന്യരായ വ്യക്തികളുടെ വോയിസ് ക്ലിപ്പുകളൊക്കെ കിട്ടി. അതിലൊക്കെ ഞാൻ സന്തോഷിക്കുന്നു. അതിൽ ഒരാശയം ഇങ്ങനെയാണ് പറഞ്ഞത്: നമ്മൾ ഇതൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇത് കർത്താവായ യേശുക്രിസ്തുവിന്റെ സഭയാണ്. നമ്മൾ അത്രയും മനസ്സിലാക്കിയാൽ മതി. അത്രയും മനസ്സിലാക്കിയാൽ മതിയെങ്കിൽ അത് മതി. പക്ഷെ നമ്മൾ ചരിത്രം പറയുകയും ചരിത്രത്തിൽ നിന്ന് അടർത്തിയെടുക്കുന്ന ശകലങ്ങൾ കൊണ്ട് നമ്മൾ ചരിത്രത്തെ പുനരാഖ്യാനം നടത്താൻ ഒക്കെ പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ ചരിത്രത്തിന്റെ വികലമായ വ്യാഖ്യാനവും വികൃതമായ അവതരണവും ദുരുദ്ദേശപരമായി നടത്തുമ്പോൾ ആ അവതരണത്തിലെ അയുക്തിയെ ചൂണ്ടിക്കാണിച്ചു എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ യുക്തിഹീനതയെ ചൂണ്ടിക്കാണിക്കുക. അത് യുക്തിരാഹിത്യത്തെ ചൂണ്ടിക്കാണിക്കുക. അതിന് യുക്തിയില്ല, പൊരുത്തപ്പെടുന്നില്ല. ആ പൊരുത്തക്കേടുകളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മൾ പ്രതിഷേധിച്ചിട്ട് കാര്യമില്ല. നമ്മളൊരു നുണ പറയുകയാണെങ്കിൽ തന്നെ യുക്തിഭദ്രമായ നുണകൾ അവതരിപ്പിക്കുക. അപ്പൊ യുക്തിഹീനതയാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. നമ്മുടെ പിതാക്കന്മാർ, മലങ്കരയിലെ പിതാക്കന്മാർ നെസ്തോറിയന്മാരായിരുന്നു. എന്നിട്ട് നമ്മൾ വിശുദ്ധ കുർബാനയിൽ 5-ാം നൂറ്റാണ്ടിൽ സാക്ഷാൽ നെസ്തോറിനെതിരെ നേരിട്ട് നെഞ്ചും നെറ്റിയും കാണിച്ചു പോരാടി, ആ പോരാട്ടത്തിൽ വിജയകിരീടം പാറിച്ച് സത്യവിശ്വാസത്തെ സഭയിൽ ഉറപ്പിച്ച കൂറിലോസിനെ അനുസ്മരിക്കുക. എന്നിട്ട് പറയുകയാണ്, അദ്ദേഹം ഏതൊരു വിശ്വാസത്തെ പാഷണ്ഡതയായി കണ്ട് അതിനെ പരാജയപ്പെടുത്തി സഭയിൽ നിന്ന് നിഷ്കാസനം ചെയ്തോ ആ വിശ്വാസത്തിന്റെ പിന്തുടർച്ചക്കാരും കൈവശാവകാശക്കാരും അതിന്റെ പ്രചാരകരും ഒക്കെ ആയിരുന്നു ഞങ്ങളുടെ പിതാക്കന്മാർ എന്ന് പറയുമ്പോൾ മലങ്കരയിലെ നമ്മുടെ പിതാക്കന്മാരെ വിശ്വാസ വിരുദ്ധരായി അല്ലെങ്കിൽ പാഷണ്ഡതക്കാരായിട്ട് നമ്മൾ അവതരിപ്പിക്കുക. അതുകൊണ്ട് എന്ത് പ്രയോജനമാണ് ഉണ്ടാകുന്നതെന്ന് ചിന്തിക്കുക. ഇപ്പോൾ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന സത്യവിശ്വാസമാണോ, അതോ നമ്മുടെ പിതാക്കന്മാർ ഹോൾഡ് ചെയ്തിരുന്നതാണോ സത്യവിശ്വാസം? ഇത് രണ്ടും കൂടെ ഒരേ സമയം സത്യവിശ്വാസം ആവുക അസാധ്യമാണ്. Two contradictory statements cannot be true together at a time. പരസ്പര വിരുദ്ധമായ രണ്ട് പ്രസ്താവനകൾക്ക് ഒരേ സമയം സത്യമായിരിക്കാൻ പറ്റത്തില്ല. ഒന്നുകിൽ അത് സത്യം, അല്ലെങ്കിൽ ഇത് സത്യം. അതും ഇതും കൂടെ എങ്ങനെയാണ് സത്യമാകുന്നത്? അപ്പൊ രണ്ട് പരസ്പര വിരുദ്ധമായ പ്രസ്താവനകൾ ഒരേ സമയം സത്യമാണെന്ന് വാദിക്കുമ്പോൾ അതിനെയാണ് ലോജിക്കൽ ഫോളസി അല്ലെങ്കിൽ യുക്തിരാഹിത്യം എന്ന് പറയുന്നത്. യുക്തിയില്ല അവിടെ. ഏതെങ്കിലും ഒന്നേ ശരിയാകത്തുള്ളൂ, രണ്ടും കൂടെ ശരിയാവത്തില്ല. അപ്പൊ ഏതാണ് ശരി? അപ്പോൾ കൂടുതലായിട്ടുള്ള ജനറൽ ആയിട്ടുള്ള ഒരു പശ്ചാത്തലത്തിലേക്ക് കാര്യങ്ങളെ മാറ്റി നടുക. അവിടെയാണ് യേശു വരുന്നത്. അതെല്ലാം പോവുക. നമുക്ക് ഒരു കാര്യം സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ മിനിമം പ്രോഗ്രാം, പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ യേശു രക്ഷകനാകുന്നു. ആ അടിസ്ഥാനത്തിൽ അതല്ല നമ്മൾ മറ്റു കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട, യേശുവിന്റെ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. ഇപ്പൊ വിശ്വാസ പ്രമാണം ചൊല്ലി വരുമ്പോ പാപമോചനത്തിന് മാമോദിസ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിന് വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കും. ക്ലോസ് ചെയ്യാണ് വിശ്വാസമാണ്. ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പറയുന്ന ഒരു ഏറ്റുപറച്ചിൽ പറയുന്നൊരു കാര്യമുണ്ട്. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകറൂഹായിലും എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയാണ് കാതോലികവും ശ്ലൈഹികവുമായ
ഏക വിശുദ്ധ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. കാതോലികവും അപ്പോസ്തോലികവും അല്ലെങ്കിൽ കാതോലികവും ശ്ലൈഹികവുമായ ഏക വിശുദ്ധ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ കാതോലികവും ക്രിസ്തീയവുമായ ഏക വിശുദ്ധ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് വേണമായിരുന്നു വരാൻ. കാതോലികവും ക്രിസ്തീയവുമായ ഏക വിശുദ്ധ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനല്ല വിശ്വാസ പ്രമാണത്തിൽ. കാതോലികവും ശ്ലൈഹികവുമായ. അപ്പൊ ശ്ലൈഹികമായ സഭ ക്രിസ്തീയമല്ലേ എന്ന് ചോദിച്ചാൽ ആണ്. പക്ഷേ നിർവചനം കൂടുതൽ കൃത്യത ഉള്ളതാണ്. കാതോലികവും ശ്ലൈഹികവുമായ, കാതോലികവും അപ്പോസ്തോലികവുമായ എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ സഭയെന്നല്ല അവിടെ പറയും. കാരണം ക്രിസ്തീയം എന്ന് പറയുമ്പോഴേക്കും അവിടെ കൂടുതൽ ജനറൽ ടേമായി. അപ്പൊ പിന്നെ ഇത്തരത്തിലുള്ള വാദം, 2 3 എവിടെയെങ്കിലും കൂടി അവിടെയൊക്കെ കർത്താവ് ഉണ്ടെന്നൊക്കെ ഉള്ള വാദം വരും. അപ്പൊ കൂടുതൽ സ്പെസിഫിക് ആയിട്ടാണ് പറയുന്നത്. കാതോലികവും ശ്ലൈഹികവുമായ എന്ന് പറഞ്ഞാൽ സ്ലീഹന്മാരുടെ കൈകളിലൂടെ തലമുറകളിലൂടെ പകർന്നു വരുന്ന വിശ്വാസമാണ്, സഭയാണ്, നിർവചിക്കപ്പെടുകയാണ്. കാതോലികവും ശ്ലൈഹികവുമായ ഏക വിശുദ്ധ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. കാതോലികവും ശ്ലൈഹികവുമായ ഏക വിശുദ്ധ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞതിനെ പറ്റി ഒരു ഖണ്ഡനം വന്നത് അപ്പോസ്തലനായ വിശുദ്ധ പത്രോസിന്റെ പാരമ്പര്യത്തിലുള്ള സഭകൾ മാത്രമാണ് യഥാർത്ഥ സഭകൾ, അല്ലാത്തൊന്നും സഭയല്ലെന്ന് ഞാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാലാണ്. ഈ പറയുന്ന കാര്യം നമുക്ക് എങ്ങനെ വേണമെങ്കിലും അവതരിപ്പിക്കാം. ഞാൻ അതല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞ ആദിമ സഭയെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് പറഞ്ഞാണ്. ആദിമ സഭയിൽ 3 അധികാര കേന്ദ്രങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അത് തർക്കമില്ലാത്ത വസ്തുതയാണ്. ചരിത്രം പഠിക്കുന്നവർക്കറിയാം. ആദിമ കാലത്ത് അന്ത്യോക്യ, അലക്സാണ്ട്രിയ, റോം, ഇങ്ങനെ 3 സഭകളാണ് ഉണ്ടായിരുന്നത്. അന്ത്യോക്യ, അലക്സാണ്ട്രിയ, റോം എന്നിങ്ങനെ 3 സഭകളെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ 3 അധികാര കേന്ദ്രങ്ങളായിരുന്നു ആദിമസഭയ്ക്ക് ഉണ്ടായിരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ബാബിലോണിലെ സഭ അല്ലെങ്കിൽ അലക്സാണ്ട്രിയൻ സഭ, അന്ത്യോക്യൻ സഭയും റോമിലെ സഭയും പത്രോസിന്റെ പിന്തുടർച്ച എന്ന് കണക്കാക്കപ്പെടുമ്പോൾ അലക്സാണ്ട്രിയയിലേത് ദ ത്രോൺ ഓഫ് മാർക്കാണ്, മർക്കോസിന്റെ സിംഹാസനമാണ്. മർക്കോസ് പരിശുദ്ധ പത്രോസ് ലീഹായുടെ പുത്രസ്ഥാനത്തുള്ള വ്യക്തിയാണ്. അപ്പൊ അത് ഞാൻ പറഞ്ഞു. പത്രോസിന്റെ പൗരോഹിത്യം തന്നെയാണ് അലക്സാണ്ട്രിയൻ സഭയ്ക്കുമുള്ളത്. ഭയങ്കര വിമർശനമാണ്. ഒരിക്കലും അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെളിവില്ല. നമ്മള് പത്രോസ് ലീഹായുടെ ലേഖനം 1 പത്രോസ് 5-ാം അധ്യായം 13-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, 1 പത്രോസ് 5-ാം അധ്യായം 13-ാം വാക്യം, നിങ്ങളുടെ സഹവൃതയായ ബാബിലോണിലെ സഭയും എനിക്ക് മകനായ മർക്കോസും നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു. ഈ ലേഖനം പത്രോസ് ലീഹ ബാബിലോൺ സഭയിൽ ഇരുന്ന് അല്ലെങ്കിൽ അലക്സാണ്ട്രിയൻ സഭയിൽ മർക്കോസിനോട് കൂടെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് എഴുതുകയാണെന്നാണ് പണ്ഡിത അഭിപ്രായം. അപ്പം എനിക്ക് മകനായ മർക്കോസ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആ പ്രസ്താവനയ്ക്ക് ഏറ്റവും കുറഞ്ഞത് തിരുവെഴുത്തുകളുടെ പിൻബലമെങ്കിലും ഉണ്ട്. അപ്പൊ തിരുവെഴുത്തിൽ നിന്നുള്ള ഒരു പിൻബലത്തോടു കൂടിയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അന്ത്യോക്യ, അലക്സാണ്ട്രിയ, റോം എന്ന് പറഞ്ഞ 3 അധികാര കേന്ദ്രങ്ങളെ ആദിയിൽ സഭയിൽ കാണുമ്പോൾ ഞാൻ അതിനെ ദൈവിക തൃത്വത്തോട് താരതമ്യപ്പെടുത്തുകയാണ്. കാരണം അധികാര കേന്ദ്രം, സഭ, പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും അവർ സമന്മാരാണ്.
തികഞ്ഞ സ്നേഹത്തിലും പരമമായ ഐക്യത്തിലും അനന്തമായ ആനന്ദത്തിലും നിത്യമായി നിലകൊള്ളുന്ന പിതൃസുത പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവം. അതുപോലെ ആദിമ സഭയുടെ നേതൃത്വം ഈ 3 കേന്ദ്രങ്ങളിൽ വന്നു എന്ന് ഞാൻ പറഞ്ഞു. അല്ലാതെ സഭയ്ക്ക് 3 നേതൃത്വമേ ഉണ്ടാക്കാവുള്ളൂ എന്ന് ഞാൻ പറഞ്ഞില്ല. ആദിമ കാലഘട്ടത്തിലെ സഭാ നേതൃത്വത്തിന്റെ ഒരു ബ്യൂട്ടിയെ ഞാൻ വരച്ചു കാണിച്ചതാണ്. അല്ലാതെ ലോകത്ത് വേറൊരു നേതൃത്വവും സഭയ്ക്കുണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ എൻ്റെതായ ഒരു ഭാവനയിൽ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും എന്നതുപോലെ അന്ത്യോക്യയിലെ സഭ ആദ്യമുണ്ടായി, രണ്ടാമത് അലക്സാണ്ട്രിയയിലെ സഭയുണ്ടായി, മൂന്നാമതായി റോമിലെ സഭയുണ്ടായി. അപ്പൊ ഇതും 3ഉം ഒന്നായിരിക്കുന്നു. അങ്ങനെയായിരുന്നു. പിന്നീട് പൊളിറ്റിക്കൽ റീസൺസ് കൊണ്ട് കോൺസ്റ്റാന്റിനോപ്പിളിൽ ഒരു സിംഹാസനമൊക്കെ സ്ഥാപിക്കുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷെ ഇതാണ് ഒറിജിനൽ ഓതന്റിക് ഏൻഷ്യൻ ചർച്ച്. അപ്പൊ ആ ചർച്ചുമായിട്ട് കമ്മ്യൂണിയനിലുള്ള സഭകള് ആണ് യഥാർത്ഥ സഭകൾ എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ആ സഭയുടെ കീഴിലുള്ള സഭയെന്നോ അല്ലെങ്കിൽ ആ സഭ മാത്രമാണെന്നോ അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്. അപ്പോൾ ഇത് ഒറിജിനൽ ഓതന്റിക് ചർച്ച്, ഏൻഷ്യൻ ചർച്ച്. അപ്പൊ ആ ചർച്ചാണ് അപ്പോസ്തോലിക ചർച്ച്, അപ്പോസ്തോലിക സഭ. അപ്പോൾ ആ അപ്പോസ്തോലിക സഭയുമായിട്ട് കമ്മ്യൂണിയനിലുള്ള സഭകൾ. അന്ത്യോക്യ, അലക്സാണ്ട്രിയ, റോം. അപ്പൊ ഒന്നാമത്തെ പൊതു സുന്നോദോസ് നിക്കയായിൽ വെച്ച് നടക്കുകയാണ് AD 325. 318 പിതാക്കന്മാരാണ് ആ സുന്നഹദോസിൽ പങ്കെടുക്കുന്നത്. ഇപ്പോൾ ആധുനിക ചരിത്രം ചമയ്ക്കുന്നവരൊക്കെ പറയുന്നുണ്ട് അതൊരു പ്രാദേശിക സുന്നോദോസാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു ചെറിയ സുന്നോദോസ് ആയിരുന്നായിരിക്കും. പക്ഷേ ചെറിയ സുന്നോദോസ് 1700 വർഷം, ഏകദേശം 17 നൂറ്റാണ്ടുകൾ ക്രിസ്ത്യൻ ചരിത്രം അതിനെ പൊതു സുന്നഹദോസ് എന്നാണ് കണക്കാക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ചില ആളുകൾ ഇവിടെ ഫേസ്ബുക്കിൽ വന്നിട്ട് അതൊരു ചെറിയ പ്രാദേശിക സുന്നഹദോസ് ആയിരുന്നു വന്നിട്ട് കാര്യമില്ല. അത് ക്രിസ്തീയ സഭയുടെ ആഗമാന സഭയുടെ എന്താഗമാനം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആഗമാന സഭയുടെ പൊതു സുന്നഹദോസ് ആയിരുന്നു. ഒന്നാമത്തെ പൊതു സുന്നഹദോസിൽ അധ്യക്ഷം വഹിച്ചത് അന്ത്യോക്യൻ പാത്രിയർക്കീസ് ആയിരുന്നു, ഒസ്താത്യോസ്. രണ്ടാമത്തെ പൊതു സുന്നഹദോസ് കോൺസ്റ്റാന്റിനോപ്പിളിലെ പൊതു സുന്നഹദോസിലും അധ്യക്ഷം വഹിച്ചത് അന്ത്യോക്യൻ പാത്രിയർക്കീസ് ആയിരുന്നു. മൂന്നാമത്തെ പൊതു സുന്നഹദോസ് വന്നപ്പോൾ അലക്സാണ്ട്രിയൻ പാത്രിയർക്കീസ് ആണ് അധ്യക്ഷം വഹിച്ചത്. ഈ 3 പൊതു സുന്നഹദോസുകളിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ് നമ്മൾ വിളിച്ചു പറയുന്നത്. കാരണം ഈ 3 പൊതു സുന്നഹദോസിലുള്ള വിശുദ്ധന്മാരെ, അപ്പൊ നമ്മൾ 5-ാം ദൂതൻ തുടങ്ങുമ്പം ബാർക്കുമോസ് ലൈംഗികവും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടുകൂടെ മുമ്പ് കൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും നിക്കയായിലും കുസ്തന്തീനോപോലിസിലും എഫേസോസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ 3 പൊതു സുന്നഹദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും മൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരും ഞങ്ങളുടെ പിതാക്കന്മാരെയും 5-ാം ദൂതൻ തുടങ്ങും. അപ്പം വ്യക്തമായി പറയാണ്, നിക്കയായിലും കുസ്തന്തീനോപോലിസിലും എഫേസോസിലും വെച്ചുണ്ടായ 3 പൊതു സുന്നഹദോസുകളിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഈ 3 പൊതു സുന്നഹദോസുകളുടെ കാര്യമാണ് പറഞ്ഞത്. ഇതാണ് നമ്മൾ വിശ്വസിക്കുക. ഇതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ നിർവചനത്തിന്റെ പരിധിയിൽ വരുന്ന സഭ. കാരണം സഭ വ്യക്തമായി നിർവചിക്കപ്പെടുകയാണ്. അപ്പൊ നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് ഇവാഞ്ചലിക്കൽ സ്വാധീനത്തിൽ അല്ലെ ഇന്നത്തെ ഈ ലോകത്ത് പെന്തക്കോസ്തുകാരുടെയും ബ്രദറൻകാരുടെയും ഒക്കെ പഠിപ്പിക്കലുകളുണ്ട്. അതനുസരിച്ച് 2-3 പേര് എവിടെയെങ്കിലും കൂടി അവിടെ യേശു വന്നോളൂ എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് വ്യക്തമായി നിർവചിക്കപ്പെട്ട വിശ്വാസമുള്ളപ്പോ വൈകാരികമായിട്ട് ആരുടെയെങ്കിലുമൊക്കെ സ്വാധീനത്തിൽപ്പെട്ടിട്ട് 2-3 പേര് കൂടുന്നിടത്ത് കർത്താവുണ്ട്, അവിടെ സഭയുണ്ട്, അതാണ് സഭ എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുന്നത് കാതോലികവും ശ്ലൈഹികവും ഏകവും വിശുദ്ധവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ ആ സഭയുടെ ഒരു പാരമ്പര്യം എന്ത് തരത്തിലുള്ള സഭയാണത്? ചർച്ച് ഈസ് ടാൻജിബിൾ ആൻഡ് വിസിബിൾ. പെന്തക്കോസ്തുകാരുടെ കോൺസെപ്റ്റ് അനുസരിച്ച് ചർച്ച് ഈസ് ഇൻവിസിബിൾ. അദൃശ്യവും അസ്പർശ്യവും
ആയിട്ടുള്ള അനിർവചനീയമായ ഒരു പ്രതിഭാസമാണ് സഭ. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നിർവചിക്കപ്പെട്ട സഭയാണ്, വെൽ ഡിഫൈൻഡ് ആണ്, ടാൻജിബിൾ ആണ്. ചർച്ച് വിസിബിൾ ആണ്, അദൃശ്യമൊന്നുമല്ല. പല ആളുകൾക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ട്, ചർച്ച എന്ന് പറഞ്ഞാൽ അദൃശ്യമാണ്. അതിപ്പോ കള്ളു കുടിച്ച് നടക്കുന്ന തോമായും അടിപിടി ഉണ്ടാക്കുന്ന മാത്തുക്കുട്ടിയും ഇവനൊക്കെയാണ് സഭയില്. അവന് പൈസ മുട്ടിച്ച അച്ഛനും ആരോപണത്തിൽ നിൽക്കുന്ന മെത്രാനും അവരുമൊക്കെയാണ് സഭയിൽ. പിന്നെ ആരാ സഭയിൽ? അപ്പോഴേക്കാണ് പെന്തക്കോസ് സങ്കല്പം. നമ്മളാരും സഭയിലില്ല. ആരാണ് സഭയിൽ? ആർക്കറിയാം? ആരാ സഭയിലുള്ളതെന്ന് ആർക്കും അറിയത്തില്ല. സഭ എന്ന് പറഞ്ഞാൽ ആരുണ്ട് ആരില്ല എന്നുള്ളത് കർത്താവ് വരുമ്പോൾ അറിയാം. കാഹളം ധ്വനിക്കും. നമ്മളെല്ലാം കൂടെ ഇങ്ങനെ പൊങ്ങി പറന്ന് ആകാശത്തോട്ട് പോകും. ആകാശത്തോട്ട് നമ്മുടെ ഈ മുണ്ടും ഉടുപ്പും സാരിയും ഒന്നും വേണ്ട, അതെല്ലാം താഴോട്ട് പൊഴിയും. അങ്ങനെ നമ്മളെല്ലാം മുകളിലോട്ട് പൊങ്ങും. ഇതൊക്കെയാണ് പെന്തക്കോസ്തുകാരുടെ വികലമായ ചിന്ത. അത് പാട്ടുകളിലൂടെ പ്രചരിപ്പിക്കപ്പെട്ടപ്പോൾ കഴിഞ്ഞ നാളുകളിൽ ഈ 100 കൊല്ലം ഇവർ പാടി ആ പാട്ടുകളാണ് ഓർത്തഡോക്സുകാരും യാക്കോബായക്കാരും മാർത്തോമക്കാരും ഒക്കെ ഏറ്റുപാടുന്നത്. ഇന്ന് രാവിലെ ഞാൻ ഒരു ഓർത്തഡോക്സ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിൽ നിന്ന് ലീവ് ചെയ്തു. വാട്സാപ്പ് ഗ്രൂപ്പിലാണ്. ഓർത്തഡോക്സ് എന്ന് പേര് വെച്ചിട്ട് ആവശ്യമില്ല. എല്ലാ ദിവസവും രാവിലെ ഓരോ പെന്തക്കോസ് പാട്ട് അതിനകത്ത് നിന്ന് കിട്ടും. ഇന്ന് രാവിലെ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പം ചെവിയുടെ ഡിസ്കൊക്കെ തകർന്നു പോകുന്ന വിധത്തിൽ കാതടപ്പിക്കുന്ന സംഗീതത്തോടു കൂടി ഒരു പെന്തക്കോസ്ത് പാട്ട്. ഒരർത്ഥവുമില്ല അങ്ങനത്തെ ഒരു ഗ്രൂപ്പിൽ അംഗമായിട്ടിരിക്കുന്നത്. ഞാൻ ആ ഗ്രൂപ്പിൽ നിന്ന് ലീവ് ചെയ്തു. യേശുക്രിസ്തുവിനെ സ്തുതിക്കുന്നതില് എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ സ്തുതി ചൊവ്വാക്കപ്പെട്ട സഭ, ആ സഭയുടെ പാരമ്പര്യത്തിൽ അഭിമാനിക്കുന്നവർ, അതിലെ അംഗങ്ങളാന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് യേശുവിനെ സ്തുതിക്കുക, അത് ആക്സിയോളജിക്കൽ ഇൻബാലൻസ് ആണ്. എന്ന് പറഞ്ഞാല് ഒരു ഹൈറാർക്കി, അല്ലെങ്കിൽ കർത്താവിന് മാത്രം പ്രാധാന്യം, യേശുവിനോ അതുകൊണ്ട് തന്നെ മറ്റൊരു പിണങ്ങോ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നു. അങ്ങനെയല്ല. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും തൃത്വത്തെയാണ് ആരാധിക്കുന്നത്. ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മനാഥൻ യേശുവിനെ ആരാധിക്കുന്നേ. യേശു കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ പറയും, നിങ്ങൾ സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ആ പിതാവിനോടുകൂടെ പുത്രനും പരിശുദ്ധ റൂഹായും ആരാധിക്കപ്പെടും. കാരണം അവിടെ ഒരു ഏറ്റക്കുറച്ചിലുകൾ, ഉച്ചനീചത്വങ്ങൾ അവിടെ ഇല്ല. തൃത്വത്തിൽ അങ്ങനെ ഒരു വ്യത്യാസമില്ല. ഒരു സബോർഡിനേഷൻ ഇല്ല. ഇപ്പൊ ഓൺടോളജിക്കൽ സബോർഡിനേഷനോ ആക്സിയോളജിക്കൽ സബോർഡിനേഷനോ ഇല്ല. അതാണ് ട്രൂ ഓർത്തഡോക്സി എന്ന് പറഞ്ഞാൽ സത്തയിലും സാരാംശത്തിലും അവർ തമ്മിൽ ഭേദമില്ല, ഉച്ചനീചത്വങ്ങളില്ല, വ്യത്യാസങ്ങളില്ല. ഹോമോഊസിയോസ് ആണ്. അതാണ് അത്തനേഷ്യസ് അറിയൂസുമായിട്ടുണ്ടായ അഭിപ്രായ വ്യത്യാസത്തിൽ അത്തനേഷ്യസ് ഉറച്ചു നിന്നത്. അതാണ് സഭയുടെ സത്യവിശ്വാസം. അതുപോലെ ആക്സിയോളജിക്കലി ആരാധനയില്, റാങ്കില്, പദവിയില് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വ്യത്യാസമില്ല. അതുകൊണ്ട് സ്തുതി ഒരുപോലെ സ്വീകരിക്കുന്നു, സ്തുതി ഒരുപോലെ അർപ്പിക്കപ്പെടുന്നു. അതാണ് സ്തുതി ഒഴിവാക്കപ്പെട്ട സഭ. അതുകൊണ്ട് നമ്മുടെ സഭയുടെ ആരാധനയില്, പ്രാർത്ഥനയില്, കൂദാശയിലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാനും എന്നെ പോലെ അനേകരും പെന്തക്കോസ് വിശ്വാസം ഉപേക്ഷിച്ച് ഓർത്തഡോക്സ് വിശ്വാസം സ്വീകരിച്ചതിന്റെ പ്രഥമവും പ്രധാനവും ആയ കാരണം ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നില്ല അവിടെ എന്നുള്ളതാണ്. അവിടെ ഏതോ ഒരു യേശുവിനെയാണ് ആരാധിക്കുന്നത്. പക്ഷേ പിതൃസുത പരിശുദ്ധാത്മാവായ സത്യ ത്രിയേക ദൈവത്തെ ആരാധിക്കുന്ന, കൃത്യമായ ലിറ്റർജിയോടുകൂടെ കൃത്യമായി ആരാധിക്കുന്ന സഭ എന്ന് പറഞ്ഞാൽ ആത്മാവിൽ സത്യത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന, സ്തുതി ചൊവ്വാക്കപ്പെട്ട സഭ, അത് പരിശുദ്ധ സുറിയാനി സഭയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് ഞാൻ ഓർത്തഡോക്സ് വിശ്വാസത്തിലോട്ട് മടങ്ങുന്നത്. അത് കേട്ട് അത് ബോധ്യപ്പെട്ടവരാണ് അനേകരും ഓർത്തഡോക്സ് വിശ്വാസത്തിലേക്ക് മടങ്ങുന്നത്. കാരണം ശരിയായ ദൈവത്തെ ശരിയായ വിധത്തിലല്ല ആരാധിക്കുന്നെങ്കിൽ പിന്നെ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞിട്ട് അറിയില്ല. അപ്പോഴാണ് ഇവിടെ ഓർത്തഡോക്സുകാരാണെന്ന് അവകാശപ്പെടുന്ന ആളുകൾ അവരുടെ ഗ്രൂപ്പിൽ ഇരുന്നിട്ട് യേശുനാമ സങ്കീർത്തനങ്ങൾ ആലപിക്കുകയും ആസ്വദിക്കുകയും ചെയ്തു. നിങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു എന്ന് മാത്രം.
അപ്പൊ സത്യവിശ്വാസം നിക്കായിലും കുസ്തന്തീനോപ്പോലീസിലും എഫേസോസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ട 3 പൊതു സുന്നതദോസുകളിൽ അവയിലുണ്ടായിരുന്ന ദൈവത്തെ ധരിച്ചവരും വിശുദ്ധന്മാരും നീതിമാന്മാരും മൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ഒക്കെ ആയ വിശുദ്ധന്മാരായ പിതാക്കന്മാരെ ഞങ്ങൾ ഓർക്കുന്നു എന്ന് പറഞ്ഞിട്ട് തുബ്ദാൻ ആരംഭിക്കുന്നു. അങ്ങനെയാണ് 5-ാം തുബ്ദാനിൽ കൂടെ നമ്മൾ സഞ്ചരിക്കുന്നത്. കൂറിലോസ് അല്ലെങ്കിൽ വചനം ജഡമായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ മനുഷ്യാവതാരത്തെ കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും വിശുദ്ധനും സത്യവാനും പ്രസിദ്ധനും ഉന്നത ഗോപുരവുമായ മോർ കൂറിലോസ്. അപ്പൊ അദ്ദേഹം AD 444 കാലം ചെയ്തു. ആ പിതാവിനെ നമ്മൾ അനുസ്മരിക്കുന്നു. അദ്ദേഹം എഫേസോസ് സുന്നതദോസിന്റെ മുഖ്യ സംഘാടകനായിരുന്നു. പിന്നീട് നമ്മൾ അനുസ്മരിക്കുന്ന പിതാവ് സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിന്റെ വിശുദ്ധ സഭ മുഴുവന്റെയും വിവേകമുള്ള വായും തൂണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചിൽ സ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രിയർക്കീസ് മോർ സേവേറിയോസ്. അടുത്തായിട്ട് നമ്മൾ അനുസ്മരിക്കുന്നത് മോർ സേവേറിയോസിനെയാണ്. ഇദ്ദേഹത്തെ കുറിച്ച് നമ്മൾ ലൈവുകളിൽ ധാരാളം പ്രാവശ്യം പരാമർശിച്ചിട്ടുള്ളത് കൊണ്ട് ഇനി ഞാൻ അദ്ദേഹത്തെ കുറിച്ച് കൂടുതലായിട്ട് പറയുന്നില്ല. എങ്കിലും മാർ സേവേറിയോസിനെ നിങ്ങൾക്ക് അറിയാം. അദ്ദേഹം അന്ത്യോക്യയുടെ പാത്രിയർക്കീസ് ആയിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് നാട് വിട്ട് പ്രവാസത്തിൽ പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പ്രവാസത്തിലേക്ക് പോകേണ്ടതായിട്ട് വന്നു. അങ്ങനെ ആ പ്രവാസത്തിൽ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം സാക്കായിൽ വെച്ച് കാലം ചെയ്യുന്നത്. അത് AD 538 അദ്ദേഹം കാലം ചെയ്തു. ഈ ചരിത്രം നമുക്ക് അറിയാം. അപ്പം AD 512 അദ്ദേഹം പാത്രിയർക്കീസ് ആകുന്നത്. പിന്നെ 26 വർഷം അദ്ദേഹം പാത്രിയർക്കീസ് ആയിരുന്നു. പക്ഷെ ദീർഘവർഷങ്ങൾ അദ്ദേഹം സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട് പ്രവാസത്തിലായിരുന്നു. ഇടയ്ക്ക് അദ്ദേഹം കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് ക്ഷണിക്കപ്പെട്ടു ഒരു സമാധാന ചർച്ചയ്ക്ക്, അല്ലെങ്കിൽ ഒരു ഒത്തുതീർപ്പ് കൂടിയാലോചനയ്ക്ക്. അങ്ങനെ ഒത്തുതീർപ്പ് കൂടിയാലോചനയ്ക്ക് വേണ്ടി അദ്ദേഹം കോൺസ്റ്റാന്റിനോപ്പിളിൽ വന്നപ്പോഴാണ് കോൺസ്റ്റാന്റിനോപ്പിളിലെ പാത്രിയർക്കീസ് ആയിരുന്ന അന്തിമോസുമായിട്ട് ഇടപെടുന്നത്, സംസാരിക്കുകയും പരിചയപ്പെടുകയൊക്കെ ചെയ്യും. വന്നു കണ്ടു കീഴടക്കി എന്നൊക്കെ പറയുന്നത് പോലെ സേവേറിയോസ് പാത്രിയർക്കീസിന്റെ ആ സാന്നിധ്യത്തിൽ, ആ സാമീപ്യത്തിൽ, ആ സ്വാധീനത്തിൽ കോൺസ്റ്റാന്റിനോപ്പിളിലെ പാത്രിയർക്കീസ് ആയിരുന്ന അന്തിമോസ് സത്യവിശ്വാസത്തിലേക്ക് മാറുകയാണ്. മിയാഫൈസിറ്റിസം എന്ന നമ്മുടെ അഭിമാനമായ ക്രിസ്തുവിജ്ഞാനീയ നിലപാടിലേക്ക് അന്തിമോസ് മാറി. പിന്നീട് ആ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന് കോൺസ്റ്റാന്റിനോപ്പിൾ പാത്രിയർക്കീസ് സ്ഥാനം ത്യജിക്കേണ്ടി വന്നു. വലിയ പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നു അന്തിമോസ്. കോൺസ്റ്റാന്റിനോപ്പിളിലെ പാത്രിയർക്കീസ് ആയിരുന്നു. നമ്മൾ തുറന്ന് അന്തിമോസിനെ അനുസ്മരിക്കുന്നുണ്ട്. അപ്പം സേവേറിയോസ് പാത്രിയർക്കീസിന്റെ ഒരൊറ്റ സന്ദർശനമാണ്. അതായത് ശിക്ഷിക്കപ്പെട്ട, സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട, ബഹിഷ്കൃതനായ, യാതൊരു അധികാരങ്ങളും ഇല്ലാത്ത, എന്ന് പറഞ്ഞാൽ ഭൗതികമായ അധികാരങ്ങളില്ലാത്ത, ചക്രവർത്തിയുടെ കോപത്തിന് പാത്രമായിരിക്കുന്ന, വിചാരണ തടവുകാരൻ എന്നൊക്കെ പറയുന്നത് പോലെ അത്തരത്തിൽ, എന്ന് പറഞ്ഞാൽ യാതൊരു ഉറപ്പുമില്ലാത്ത ഒരു അസന്നിഗ്ധ ഘട്ടത്തിൽ അങ്ങനെയാണ് നിൽക്കുന്നത്. എന്തുണ്ടെന്ന് ചോദിക്കും. സിംഹാസനമില്ല, അധികാരമില്ല. അലക്സാണ്ട്രിയയിലെ ഏതോ ഒരു ഭൂപ്രദേശത്ത് ഒളിവിക്കഴിയുകയാണ്. അങ്ങനെയുള്ള വ്യക്തിയാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത് ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക്. പെട്ടെന്ന് വന്ന അവതാ പറഞ്ഞ് ഒപ്പിട്ട് കൊടുത്ത് തിരിച്ച് ജോലി പ്രവേശിക്കുമെന്നാണ് ഓർത്തത്. വിശ്വാസത്തിന് യാതൊരു വിട്ടുവീഴ്ചയുമില്ല. സേവേറിയോസ് പ്രഖ്യാപിക്കുകയാണ്, പീഡകൾ സഹിക്കേണ്ടി വന്നാലും, സ്ഥാനം ത്യജിക്കേണ്ടി വന്നാലും, നാട് വിടേണ്ടി വന്നാലും, അലഞ്ഞു തിരിയേണ്ടി വന്നാലും, ദാഹാർത്തനായി മരുഭൂമിയിൽ തളർന്നു വീണാലും, കൊല്ലപ്പെട്ടാലും, മരിക്കേണ്ടി വന്നാലും,
ശവം കഴുകന്മാർ കുത്തി വലിച്ചാലും സത്യവിശ്വാസം വിടത്തില്ല. ഇപ്പൊ പല ആളുകളും പറയുന്നുണ്ട് അത് അത്ര വലിയ കാര്യമൊന്നുമല്ല മിയാഫൈസിറ്റിസം, അത് നിങ്ങൾക്ക് അത്ര വലിയ കാര്യമല്ലായിരിക്കും, പക്ഷെ ഇത്രയും വിശുദ്ധ പിതാക്കന്മാർ ജീവൻ കൊടുത്ത ആ ഒരു നിസ്സാര കാര്യത്തിന് വേണ്ടി. വിശ്വാസ ധൈര്യം സെവേറിയോസിന്റെ കണ്ടപ്പോ അന്നത്തെ ഏറ്റവും മികച്ച നഗരം, ഏറ്റവും പ്രതാപമുള്ള നഗരമാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. കോൺസ്റ്റാന്റിനോപ്പിളിലെ നഗരത്തിന്റെ പ്രതാപം നിങ്ങളിപ്പം ഹാഗിയ സോഫിയ എന്ന് ഒക്കെ വായിക്കുന്നില്ലേ? ഈ ഹാഗിയ സോഫിയ ഒക്കെ ആ കാലഘട്ടത്തിലാണ് ജസ്റ്റീനിയൻ ചക്രവർത്തി പണിയുന്നത്. അപ്പൊ അത്രയും പ്രൗഢിയുള്ള ആ രാജ്യത്തിന്റെ, റോമാ സാമ്രാജ്യത്തിന്റെ കിഴക്കൻ ക്യാപിറ്റലിന്റെ ആത്മീക അധ്യക്ഷനാണ് അന്തിമോസ്. നിങ്ങൾ ഓർക്കണം, രാജാവും രാജ്ഞിയും പരിവാരങ്ങളും കൊട്ടാരവും സ്വാധീനവും പണവും സുഖഭോഗങ്ങളും എല്ലാം ഉണ്ട്. എല്ലാം വിരൽ തുമ്പിൽ നിൽക്കുകയാണ്. ആ വിരൽ തുമ്പിൽ സകലതും നിൽക്കുന്ന ആ സിംഹാസനത്തെ ഈ സെവേറിയോസ് പാത്രിയർക്കീസിൽ നിന്ന് പ്രസരിച്ച ആ സത്യവിശ്വാസത്താൽ സ്വാധീനിക്കപ്പെട്ടിട്ട് അന്തിമോസ് ഉപേക്ഷിക്കുകയാണ്. ഈ കൊട്ടാരം, ഈ സുഖസൗകര്യം, ഈ രാജാധികാരം, ഇതൊന്നും അല്ല എനിക്ക് ആവശ്യം. എനിക്ക് സത്യവിശ്വാസമാണ് വേണ്ടത്. നിങ്ങളൊന്ന് ഓർത്തേ, ഒരു സാധാരണ കൂലിപ്പണിക്കാരനല്ല സ്വാധീനിക്കപ്പെട്ടത്. ഒരു സാധാരണ കൂലിപ്പണിക്കാരനല്ലല്ലോ സ്വാധീനിക്കപ്പെട്ടത്. അങ്ങനെ സെവേറിയോസ് പാത്രിയർക്കീസ് അവിടുന്ന് നാട് കടത്തപ്പെട്ടു. അന്ത്യോക്യയിൽ നിന്ന് അദ്ദേഹം ഒരു വഞ്ചിയിലാണ് നാട് വിടുന്നത്. ഒരു വഞ്ചിയിൽ അദ്ദേഹം നാട് വിട്ട പുറകെയാണ് AD 526 അന്ത്യോക്യയിൽ വലിയ ഒരു ഭൂകമ്പം ഉണ്ടായി. അന്ത്യോക്യയെ തകർത്ത് കളഞ്ഞ ഭൂകമ്പമാണ് അത്. AD 526 സംഭവിച്ചു. 2 ഭൂകമ്പം ഉണ്ടാകുന്നുണ്ട് അന്ത്യോക്യ കേട്ടോ. 526 ഭൂകമ്പത്തിൽ 2.5 ലക്ഷം ആളുകൾ കൊല്ലപ്പെട്ടു. 2.5 ലക്ഷം ആളുകൾ. ആ ഭൂകമ്പം കഴിഞ്ഞ പുറകെ വലിയൊരു അഗ്നിബാധയുണ്ടായി. ഭൂകമ്പം എന്തെല്ലാം അവശേഷിപ്പിച്ചോ അതെല്ലാം തീനാളങ്ങൾ നക്കി തുടച്ചു. അങ്ങനെ അന്ത്യോക്യ നാമാവശേഷമായി. അവിടെയാണ് പരിശുദ്ധ സുറിയാനി സഭയുടെ അന്ത്യോക്യയിലെ വാഴ്ച അവസാനിക്കുന്നു എന്ന് ഇവർ ആക്ഷേപിക്കുന്നത്. അന്ത്യോക്യയിലൊന്നുമില്ല എന്നൊക്കെ പറയും. പക്ഷെ അന്ത്യോക്യയിൽ സെവേറിയോസ് വാഴ്ച, അല്ലെങ്കിൽ സെവേറിയോസ് പാത്രിയർക്കീസ് നിഷ്കാസിതനായതോടുകൂടെ അന്ത്യോക്യൻ നഗരം തന്നെ നശിപ്പിക്കപ്പെട്ടു, നിർമൂലമായി. പിന്നീട് അലഞ്ഞു തിരിയുന്ന പാത്രിയർക്കീസുമാരായിരുന്നു. സുറിയാനി സഭയ്ക്ക് സ്ഥിരമായ വാസമില്ലായിരുന്നു. പത്രോസ്ലീഹ തന്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, ഞങ്ങൾ കുത്തുകൊണ്ടും സ്ഥിരവാസം കൂടാതെയും പാർക്കുന്നുവെന്ന്. അപ്പൊ ആ ഒരർത്ഥത്തിൽ നോക്കുമ്പോൾ പത്രോസിന്റെ യഥാർത്ഥ പിൻഗാമി തന്നെയാണ് അന്ത്യോക്യയിലെ പാത്രിയർക്കീസ്. കാരണം കുത്തുകൊണ്ടും സ്ഥിരവാസം കൂടാതെയും പാർക്കും. സെവേറിയോസ് പാത്രിയർക്കീസ് AD 538 അദ്ദേഹം കാലം ചെയ്തു. അന്ന് സുറിയാനി സഭയുടെ ബിഷപ്പുമാർ കുറെ പേർ പ്രലോഭനങ്ങളിലും ഭീഷണിയിലും സ്വാധീനത്തിലും ഒക്കെ വഴങ്ങി ഈസ്റ്റേൺ സൈഡിലോട്ട് കൂറുമാറി. കുറെ അധികം പേർ കൊല്ലപ്പെട്ടു. കുറെ അധികം പേർ പീഡനത്തിലും അലച്ചിലും സ്വാഭാവികമായി മരണപ്പെട്ടു. 3 മെത്രാന്മാർ സഭയ്ക്ക് അവശേഷിച്ചു. സുറിയാനി സഭയ്ക്ക് 3 മെത്രാന്മാർ അവശേഷിച്ചിരിക്കുന്ന സമയത്താണ് ഈ സത്യവിശ്വാസത്തെ മുച്ചൂടും നശിപ്പിക്കുവാൻ കച്ചകെട്ടി തിരിച്ചിരിക്കുക. അപ്പൊ ജസ്റ്റീനിയൻ ചക്രവർത്തിയും ഈസ്റ്റേൺ ഓർത്തഡോക്സുകാരും ഈ സത്യവിശ്വാസത്തെ നശിപ്പിക്കുവാൻ ഒരുങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. അത്ര ശക്തമായ നിലപാടുകളിലൂടെ അവർ ഈ വിശ്വാസത്തെ തകർക്കും എന്ന് ഉറപ്പിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ആ സമയത്താണ് ഈ തിയഡോറ ചക്രവർത്തിനി അല്ലെങ്കിൽ തിയഡോറ രാജ്ഞി യാക്കൂബ് ബുർദാനയെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുന്നതും
രാജ്ഞിയുടെ അപേക്ഷ പ്രകാരമാണ് അലക്സാണ്ട്രിയയിലെ പാത്രിയർക്കീസ് യാക്കൂബ് ബുർദാനയ്ക്ക് AD 534 അതായത് സെവേറിയസ് കാലം ചെയ്ത 6 വർഷത്തിന് ശേഷം അദ്ദേഹത്തിന് പട്ടം കൊടുക്കുന്നത്. ഈ വിശ്വാസത്തെ നിലനിർത്തുവാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ നശിക്കുന്നു എന്ന് കാണുന്ന ഈ സഭയെ നിലനിർത്താൻ വേണ്ടി, സത്യവിശ്വാസത്തിൽ നിലനിർത്താൻ വേണ്ടി, അല്ലെങ്കിൽ ഈ സഭ നശിച്ചു പോകും എന്ന് രാജ്ഞിക്ക് മനസ്സിലായി. അപ്പോൾ ആ സഭ നിലനിർത്താൻ വേണ്ടി അവരുടെ അപേക്ഷ പ്രകാരം പട്ടം കൊടുക്കുകയാണ്. അങ്ങനെയാണ് യാക്കൂബ് ബുർദാന പട്ടം സ്വീകരിച്ചത്. നമ്മൾ യാക്കൂബ് ബുർദാനയെ കുറിച്ച് വളരെ വിശദമായി സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ യാക്കൂബ് ബുർദാനയിലേക്ക് അധികം വിശദമായിട്ട് പോകുന്നില്ല. പിന്നീട് നമ്മൾ വായിക്കുന്നത് അടുത്ത് ഞങ്ങളുടെ പാത്രികീസ് മോർ സേവേറിയസും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാവാമാർ യാക്കൂബ് ബുർദാനയും. ഇത് ഒരിക്കൽ ഞാൻ പറഞ്ഞാണ്, ഞങ്ങളുടെ പാത്രിയർക്കീസ് മോർ സേവേറിയോസും. ഇപ്പോഴത്തെ ഈ ചരിത്രകാരന്മാർ സുറിയാനി സഭയുടെ വാലിഡിറ്റി, അല്ലെ സുറിയാനി സഭ ഒരു ആധികാരിക സഭയല്ലെന്നൊക്കെ തെളിയിക്കാൻ വേണ്ടി അവർ ഉന്നയിക്കുന്ന വാദമുണ്ട്. അവർ ഒന്നാമത് പറയുന്നത് സേവേറിയസ് മഹാകുഴപ്പക്കാരനായിരുന്നു. കാരണം ദുരുപദേശക്കാരുടെ മടയിൽ പോലും സത്യവിശ്വാസത്തിന്റെ മിന്നുന്ന വാളുമായി കടന്നു എന്ന് വലിയ കുഴപ്പമുണ്ടാക്കിയ ആളാണ്. സേവേറിയസിനെ കുറിച്ച് തുബ്ദാനിൽ പറയുന്ന എന്താണ്? അപ്പൊ ഈ തുബ്ദാൻ വായിച്ചിട്ട് താഴെ കുരിശും വരച്ച് ആമയും പറയുന്നവരാണ് ഇത്തരത്തിൽ എഴുതുന്നെന്ന് ഓർക്കണം. അപ്പൊ അങ്ങനെ സേവേറിയസിനെ പറ്റി അഭിപ്രായ വ്യത്യാസമുള്ളവർ ഇത് വായിക്കുന്നൊക്കെ അവസാനിപ്പിക്കണം. അല്ലാതെ ഇത് വായിച്ചിട്ട് പിന്നെ ഇരുന്നിട്ട് പിതാക്കന്മാരെ അവഹേളിക്കുന്ന പോസ്റ്റ് ഇടുന്നത് തീർത്തും ശരിയല്ല. അപ്പൊ അവിടെ പറയാണ്, സുറിയാനിക്കാരുടെ കിരീടവും ഇതാര് കൊടുത്ത വിശേഷണമാണ്? അലക്സാണ്ട്രിയൻ സഭയാണ് വിശേഷിപ്പിക്കുന്നത്. ക്രൗൺ ഓഫ് സിറിയൻസ്. സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിന്റെ വിശുദ്ധ സഭ മുഴുവന്റെയും വിവേകമുള്ള വായും തൂണും അൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് വെച്ച സ്ഥലവും അറിയാൻ സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ച ഞങ്ങളുടെ പാത്രിയർക്കീസ് മോർ സേവേറിയോസ് എന്ന് പറഞ്ഞാൽ, സേവേറിയോസ് കോപ്റ്റിക് സഭയുടെ പരിധിയിലാണ് അദ്ദേഹം കാലം ചെയ്യുന്നത്. കോപ്റ്റിക് സഭയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിശുദ്ധനാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സഭയ്ക്ക് ഒരു മികച്ച നേതൃത്വം കൊടുക്കുവാൻ വേണ്ടിയാണ് യാക്കൂബ് ബുർദാനയെ വാഴിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം വ്യത്യാസം. അന്ന് 3 മെത്രാന്മാർ സുറിയാനി സഭയ്ക്ക് ഉണ്ടായിരുന്നു. യാക്കൂബ് ബുർദാനയും കൂടെ വന്നതോടുകൂടെ സുറിയാനി സഭയുടെ പ്രവർത്തനം വീണ്ടും ശക്തിപ്പെട്ടു. അതുകൊണ്ടാണ് സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാബാമാർ യാക്കൂബ് ബുർദാനയും മാർ അപ്രേമും. അടുത്തായിട്ട് നമ്മൾ അനുസ്മരിക്കുന്നതാണ് മാർ അപ്രേം. മാർ അപ്രേമിനെ കുറിച്ച് നമ്മൾ വളരെ വിശദമായ ഒരു ലൈവ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഗ്ലോറിയസ് ഗോസ്പൽ ഒഫീഷ്യൽ എന്ന യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. അത് ശ്രദ്ധിക്കുക. അതിനകത്ത് വളരെ വിശദമായിട്ട് നമ്മൾ അപ്രേമിനെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് മാർ അപ്രേമിനെ അറിയാം. മാർ അപ്രേമിന്റെ മിമ്രായൊക്കെ നമ്മൾ നിത്യപ്രാർത്ഥനയിൽ ചൊല്ലുന്നതാണ്. നമ്മൾ കേൾക്കുന്ന പാട്ട് ത്രിയേകാമേകത്രയ ഏകദൈവമായുള്ള പിതൃസുത പരിശുദ്ധാത്മാവാം സത്യവരണേ നിനക്കു സ്തുതി. ഇതൊക്കെ നമ്മൾ മാർ അപ്രേമിന്റെ മിമ്രയാണ്. ഞങ്ങൾക്കുള്ള കർത്താവെ ഞാനിഹ നിദ്ര ഒഴിഞ്ഞിട്ട്. പറഞ്ഞാൽ അപ്രേമിനെ കൂടാതെയുള്ള ഒരു പ്രാർത്ഥനയും ആരാധനയും നമുക്ക് ചിന്തിക്കുവാൻ പോലും കഴിയത്തില്ല. അത്ര വിധത്തിൽ മാർ അപ്രേമിന്റെ സംഭാവനകൾ. മാർ അപ്രേം അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ ധാരാളം വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അധിക മുഖവരയുടെ വിശദീകരണത്തിനൊന്നും ആവശ്യം അദ്ദേഹത്തിനില്ല. മാർ അപ്രേമും മാർ യാക്കൂബും. അടുത്ത് നമ്മൾ വായിക്കുന്നത് മാർ യാക്കോബാണ്. ഈ മാർ യാക്കോബിനെ കുറിച്ച് നമ്മൾ പറയുമ്പം ഈ സിറൂഗിലെ യാക്കോബുണ്ട്. സിറൂഗിലെ യാക്കോബ് എന്ന് പറഞ്ഞാൽ നമ്മൾ യാക്കോബിന്റെ ബോബൂസ എന്നൊക്കെ നമ്മൾ ഈ പ്രാർത്ഥനാ പുസ്തകത്തിൽ കാണുന്ന അദ്ദേഹം
AD 521 അദ്ദേഹം കാലം ചെയ്തു. അദ്ദേഹത്തെയാണ് നമ്മൾ പരിശുദ്ധാത്മാവിന്റെ പുല്ലാങ്കുഴൽ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന കവിവര്യനാണ് സെറൂഗിലെ യാക്കോബ്. ധാരാളം കവിതകൾ എഴുതിയിട്ടുള്ള സെറൂഗിലെ യാക്കോബ്. സെറൂഗിലെ യാക്കോബാണ് ഈ ശമോൻ കൂക്കോയെ കാണാൻ വേണ്ടി പോയി എന്ന് ഞാൻ ഒരു പ്രാവശ്യം ലൈവിൽ പറഞ്ഞിട്ടുള്ളത്. കൂക്കോയോ എന്ന് പറഞ്ഞാൽ കുശവൻ, ശമോൻ കൂക്കോയോ. നമ്മൾ പലപ്പോഴും ഈ നമ്മുടെ ആരാധന പുസ്തകങ്ങളൊക്കെ കൂക്കോയോ എന്ന് കാണാം. കൂക്കോയോ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു കുശവനായിരുന്നു. അദ്ദേഹം മൺപാത്രങ്ങൾ നിർമ്മിക്കുന്നതിനിടയിൽ പാട്ടുകൾ പാടുമായിരുന്നു. പാട്ടുകൾ പാടിക്കൊണ്ട് ഇങ്ങനെ മൺപാത്രങ്ങൾ നിർമ്മിക്കുമായിരുന്നു. ആ പാട്ടുകൾ കേട്ട ആളുകൾ ഏറ്റുപാടുമായിരുന്നു. ഇങ്ങനെ ഈ കുശവനെ കുറിച്ച് കേട്ടിട്ട് സെറൂഗിലെ യാക്കോബ് ആ കുശവന്റെ പണിശാല സന്ദർശിക്കുകയും ആ പണിശാലയുടെ തറയിലിരുന്ന് അദ്ദേഹം പാടുന്ന പാട്ടുകൾ എഴുതിയെടുക്കുകയും അദ്ദേഹം അന്ത്യോക്യൻ പാത്രിയർക്കീസായ മോർ സേവേറിയസിനെ ഈ പാട്ടുകളൊക്കെ കൊണ്ട് കാണിക്കുകയും ചെയ്തു. അങ്ങനെ സേവേറിയസിന്റെ നിർദ്ദേശപ്രകാരം, ഈ പാത്രിയർക്കീസായിരുന്ന മോർ സേവേറിയസിന്റെ നിർദ്ദേശപ്രകാരം സെറൂഗിലെ യാക്കോബ് അതൊക്കെയും കമ്പയർ ചെയ്ത് അത് മൊഴിമാറ്റം നടത്തി ഗ്രീക്ക് ഭാഷയിലോട്ടും മാറ്റുകയും ഒക്കെ ചെയ്തു. അങ്ങനെയാണ് ഈ ശമോൻ കൂക്കോയുടെ ഗാനങ്ങൾ വളരെ സഭയ്ക്കകത്ത് പ്രചാരം നേടുന്നത്. ഞാൻ ഓർക്കും, ഇന്നത്തെ കാലത്താണെങ്കിൽ അങ്ങനെ ഒരു കുശവൻ നല്ല പാട്ട് പാടുന്നുണ്ടെന്ന് അറിഞ്ഞാൽ ഇച്ചിരി പ്രസിദ്ധനായ ഒരു അച്ഛനും ഒക്കെ ആണെങ്കിൽ ആ പാട്ടൊക്കെ സ്വന്തം പേരിൽ അങ്ങ് പ്രസിദ്ധീകരിക്കുകയുള്ളൂ. ഈ കുശവന്റെ കാര്യം ലോകം ഒരിക്കലും അറിയത്തില്ല. ഈ കുശവൻ പാടിയതൊരിക്കലും മറ്റുള്ളവർ അറിയാനോ അംഗീകരിക്കാനോ തനിക്ക് പ്രസിദ്ധനാകാനോ പണം ഉണ്ടാക്കാനോ ഒന്നിനും വേണ്ടിയല്ല. അദ്ദേഹം അങ്ങ് പാടിയെന്നുള്ളൂ. അതാണ് ശമോൻ കൂക്കോ. അദ്ദേഹത്തെ പ്രത്യേകിച്ചാണ് ഇത് യജമാനൻ വരും അന്നേരത്ത് ഉണർവുള്ളവരായി എന്നൊക്കെ നമ്മൾ കേൾക്കുന്ന ആ പാട്ടുകളൊക്കെ, കൂക്കോയോ എന്ന വിഭാഗത്തിൽ വരുന്ന ഗാനങ്ങളൊക്കെ. ഇതൊക്കെ ഈ മാവേലിക്കരയോ ചെങ്ങന്നൂരോ ഒക്കെയുള്ള ആരാണ്ടൊക്കെ എഴുതുക എന്നുള്ള തെറ്റിദ്ധാരണയിലാണ് നമ്മൾ ഇരിക്കുന്നത്. അന്ത്യോക്യയിലുള്ള ഒരു കുശവനായിരുന്നു കൂക്കോയോ. അതാണ് യാക്കൂബ് ഓഫ് സെറൂഗ്. നമ്മൾ മോർ യാക്കൂബ് എന്ന് പറയുമ്പോൾ നിസിബിസിലെ ഒരു യാക്കൂബ് ഉണ്ട്. ഇത് വ്യക്തമായിട്ട് ഏത് യാക്കൂബാണ് എന്ന് പറയാത്തത് കൊണ്ട് അതായിരിക്കാം ഇതായിരിക്കാം എന്നൊക്കെ പലരും പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ മാർ അപ്രേമും മാർ യാക്കൂബും എന്ന് പറയുമ്പോൾ നമ്മുടെ സുറിയാനി സാഹിത്യ ശാഖയെ സമ്പുഷ്ടരാക്കിയ വ്യക്തികളെ കുറിച്ചാണ് ഈ പറയുന്നത് എന്ന് വളരെ ഉറപ്പാണ്. കാരണം അവിടെ 4 പേരെ ഒരുമിച്ചാണ് പറയുന്നത്. മാർ അപ്രേം, മാർ യാക്കോബ്, മാർ ഇസാക്ക്, മാർ ബാലായി. ഇവര് 4 പേരും പാട്ടുകാരായിരുന്നു. മാർ ഇസാക്ക് എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ഒരു പള്ളിക്കാരുടെ വെബ്സൈറ്റില്, നമ്മുടെ മലയാളികളുടെ ഒരു ഓർത്തഡോക്സ് പള്ളിയുടെ വെബ്സൈറ്റില് ഇസാക്ക് എന്ന് തുബ്ദേനിൽ കൊടുത്തിരിക്കുന്ന ആളെ പറ്റി കൊടുത്തിരിക്കുമ്പോൾ പറയുന്നത് ഐസക് ദ സിറിയൻ, ഐസക് ഓഫ് നിനവയാണ്, അദ്ദേഹത്തെയാണ് നമ്മൾ ഈ തുബ്ദേനിൽ അനുസ്മരിക്കുന്നതെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ അല്ല നമ്മൾ സത്യത്തിൽ തുബ്ദേനിൽ അനുസ്മരിക്കുന്ന ഇസാക്ക്. മോർ ഇസാക്ക് എന്ന് പറഞ്ഞാൽ 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആ വ്യക്തി അല്ല നമ്മൾ അനുസ്മരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ മാർ അപ്രേമിന്റെ ശിഷ്യ പരമ്പരയിൽപ്പെട്ട ഒരു ഇസാക്കുണ്ട്. അദ്ദേഹത്തെയാണ് എഡേസയിൽ ഇസാക്കാണ്. അദ്ദേഹത്തെയാണ് നമ്മൾ ഈ തുബ്ദേനിൽ അനുസ്മരിക്കുന്നത്. അദ്ദേഹം അന്ത്യോക്യയിൽ പോയി കുറച്ചുനാൾ താമസിച്ചായിരുന്നു എഡേസയിൽ നിന്ന്. ഈ അന്ത്യോക്യ എഡേസ എന്നൊക്കെ പറഞ്ഞാൽ അത്ര അകലമുള്ള സ്ഥലമൊന്നുമില്ല, ഇതൊക്കെ അടുത്തടുത്തുള്ള സ്ഥലങ്ങളാണ്. അന്ത്യോക്യ പോയി താമസിച്ചത്. അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടുന്നു. ഈ ഇസാക്കിനെ പറ്റി ഒരു ചരിത്രമുണ്ട്. ഇദ്ദേഹം അന്ത്യോക്യ ചെല്ലുമ്പോൾ അദ്ദേഹം ഒരു കാഴ്ച കണ്ടു. അന്നത്തെ ഏറ്റവും വലിയ ദൈവശാസ്ത്രപരമായ തർക്കം ഈ ത്രൈശുദ്ധ കീർത്തനത്തെ സംബന്ധിച്ചുള്ളതാണ്. ട്രൈസാഗിയോൺ എന്ന് പറഞ്ഞാൽ ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. ഇതാണ് ത്രൈശുദ്ധ കീർത്തനം. അപ്പൊ ഈ ത്രൈശുദ്ധ കീർത്തനത്തിന്റെ ആദ്യത്തെ ഭാഗം, അതായത് ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഇതെല്ലാവരും അംഗീകരിക്കും, എല്ലാ ക്രിസ്ത്യാനികളും അംഗീകരിക്കുന്നതാണ്. എന്നാൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ എന്നുള്ള ഭാഗം നമ്മുടെ വിശ്വാസത്തിന്റെ പ്രത്യേകതയാണ്. അത് വേറെ സഭക്കാരും ചൊല്ലത്തില്ല. അവരതൊക്കെ ഗോപ്യമായിട്ട് ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു പാട്ടായിട്ടും ഗദ്യമായിട്ടും പദ്യമായിട്ടും ഒക്കെ അവതരിപ്പിക്കുമെങ്കിലും ഉറച്ച് അവിടെയാണ് സത്യവിശ്വാസത്തെ തിരിച്ചറിയുന്നത്. ഞാൻ പറഞ്ഞു മനസ്സിലായി. സത്യവിശ്വാസത്തിന്റെ ലിറ്റ്മസ് ടെസ്റ്റ് ആണ് ഇത്. അതുകൊണ്ട് ഈ കൗമ പ്രാർത്ഥന നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ വരുന്നത്. നിങ്ങൾക്കറിയാം, ഇപ്പൊ ചെല്ലുവയ്ക്ക് എപ്പോഴും എന്തിനാ ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്ന് പറഞ്ഞാൽ ഈ ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്നുള്ള കൗമായും അതുപോലെ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി എന്നുള്ള ആ സ്തുതിപ്പും, ഇത് രണ്ടും സത്യവിശ്വാസത്തിന്റെ ആണിക്കല്ലുകളാണ്. ഇന്നുള്ള ബോധമില്ലാത്ത ആളുകൾക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ല. പക്ഷേ ദൈവശാസ്ത്ര അവബോധമുള്ള ആ ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ വലിയ ബോംബ് പോലെയാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രാർത്ഥനകളും നമ്മുടെ ശുശ്രൂഷകളും നടക്കുന്നതിനിടയിലെല്ലാം പ്രധാനപ്പെട്ട ശുശ്രൂഷൻ ഇടയ്ക്കിടയ്ക്ക് ശുഭഹോല പോലെ റൂഹോക്കാദീശോ എന്നിങ്ങനെ പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി എന്ന് പറഞ്ഞാൽ ഇത് ഇത്രയും നടന്ന ശുശ്രൂഷ കൃത്യമാണ്, അതിനെ അപ്രൂവ് ചെയ്യുകയാണ്, അല്ലെ അറ്റസ്റ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ സീൽ ചെയ്ത് ഉറപ്പിക്കുകയാണ്. അപ്പൊ അതിന് പ്രതിവാക്യം ചൊല്ലിക്കൊണ്ടാണ് വീണ്ടും മുന്നോട്ട് പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് ചുമ്മാ വെല്ലും ബ്രേക്കും ഇല്ലാതെ, ചോദ്യം പറച്ചിലും ഇല്ലാതെ, അടിച്ചുകെട്ടും ആചാരം ഇല്ലാതെ, അതിരുകളൊന്നും ഇല്ലാതെ ചുമ്മാ അങ്ങ് പോവല്ല. മറ്റേ പുള്ളി പറഞ്ഞാൽ ഇത് യേശു ഉണ്ടല്ലോ, യേശുവിന്റെ പേരിൽ അങ്ങനെയല്ല. ഇത് വ്യക്തമായി നിർവചിക്കപ്പെട്ട് കൃത്യമായിട്ടുള്ള ഒരു സഭയാണ്. അതുകൊണ്ടാണ് അതിന്റെ വിശ്വാസം അങ്ങനെ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ശുഭഹോല പോലെ റൂഹോ കാദീശോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളം തുടിക്കണം. കാരണം സത്യവിശ്വാസത്തെ ഉറപ്പിക്കും. അവിടെ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. മനസ്സിലായോ? ആ ഒരൊറ്റ സ്തുതിപ്പാൽ ആരെല്ലാം തെറിച്ചു പോകുന്നത്. സെബല്യസ് ഇതുവഴി പോയെന്ന് നോക്കണ്ട, അറിയൂസ് ദേ 5 കണ്ടത്തിനപ്പുറം പോയി കിടക്കുന്നു, ഇത് ഇപ്പുറത്തൂടെ നെസ്തോറിയം തെറിച്ചു, ഇവരെല്ലാം പോവാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ദുരുപദേശങ്ങളെ നിർമാർജനം ചെയ്യുന്ന ഒരു സ്തുതിപ്പാണ്. അതാണ് സ്തുതി ചൊവ്വാക്കപ്പെട്ട സഭ. അതുകൊണ്ട് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഈ ത്രൈശുദ്ധ കീർത്തനം. അതാണ് ഈ കൗമ പ്രാർത്ഥന വരുന്നത്. ഈ കൗമ പ്രാർത്ഥന, ഈ കൗമ എന്നൊക്കെ പറയുന്നത് അതിൽ നിന്നാണ് ഈ അറബി ഭാഷയ്ക്ക് സുറിയാനി ഭാഷയുമായിട്ട് ധാരാളം ബന്ധമുണ്ട്. അല്ലെ, സുറിയാനി ഭാഷ അറബി ഭാഷയുടെ മാതാവാണ്. സുറിയാനി സ്ക്രിപ്റ്റ് ആണ് അറബി ഭാഷ കടമെടുത്തത്. സുറിയാനി ഭാഷയിൽ നിന്നാണ് ധാരാളം വാക്കുകൾ അറബി ഭാഷ. ഇപ്പം മുസ്ലിങ്ങൾ കൗമു എന്ന് പറയും. കൗമു എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസിക്ക് അവർ പറയുന്ന കൗമും കാഫിറുമാണ്. കൗമു എന്ന് പറഞ്ഞാൽ അവരുടെ സത്യവിശ്വാസി, കാഫിർ എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസി. ഈ കൗമു ഉണ്ട്, കാഫിറുണ്ട്, പിന്നെ മുനാഫിറുണ്ട്. കൗമു, കാഫിർ. മുനാഫിർ എന്ന് പറഞ്ഞാൽ വിശ്വാസിയായിട്ട് അഭിനയിക്കുകയും എന്നാൽ യഥാർത്ഥ വിശ്വാസി അല്ലാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് മുസ്ലിങ്ങൾ പറയുന്നതാണ് മുനാഫിർ എന്ന് പറയുന്നത്. മുനാഫിറുകളാണ് കൂടുതൽ. പിന്നെ നമ്മളൊക്കെ കാഫിറുകൾ അവരുടെ ഭാഷയിൽ. അപ്പൊ നമ്മളാണ് ശരിക്കും കൗമാ പ്രാർത്ഥന. അപ്പൊ കൗമുമായി മാറണമെങ്കിൽ, സത്യവിശ്വാസിയായിട്ട് വരണമെങ്കിൽ ഈ കൗമാ പ്രാർത്ഥന. അതുകൊണ്ടാണ് ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ കരുണ. ഇത് ലോകത്ത് വളരെ വിരളം ക്രിസ്ത്യാനികൾക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഈ കുരിശിൽ കിടക്കുന്നത് ദൈവമാണെന്ന് ചങ്കുറപ്പോടെ, മനഃച്ചാഞ്ചല്യമില്ലാതെ, അർത്ഥശങ്കക്കിടയില്ലാതെ ഉറച്ചു പ്രഖ്യാപിക്കുന്ന ഏക വിശ്വാസം പരിശുദ്ധ സുറിയാനി സഭയുടെ വിശ്വാസമാണ്. വേറെ ആർക്കും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ദൈവമാതാവായ വിശുദ്ധ കന്യകമറിയ എന്നുള്ള വിശ്വാസം നമുക്ക് സ്വന്തമാണ്. മറ്റൊരു സഭയ്ക്കും വിശ്വാസമില്ലത്. അവര് കന്യകമറിയാമിനെ പോളിഷ് അടിച്ച് വാഴ്ത്തി ഉയർത്തി പ്രദർശിപ്പിക്കുകയും ചുമ്മാ ഇരുന്ന് നേരമില്ലാത്ത സമയത്തൊക്കെ പുകഴ്ത്തുമൊക്കെ ചെയ്യുമെങ്കിലും അവരുടെ വിശ്വാസത്തിൽ അവരോട് ചോദിക്കണം, കുരിശെ കടന്നത് ദൈവമാണോ, കുരിശിൽ മരിച്ചത് ദൈവമാണോ എന്ന് പറയുമ്പോൾ അവരിടറിപ്പോവും. പക്ഷെ സുറിയാനി സഭയ്ക്ക് യാതൊരു സംശയവുമില്ല, മറിയത്തിന്റെ മടിയിൽ കടന്നത് ദൈവമാണ്, ബേത്ലഹേം കല്ലടാവിൽ ജനിച്ചത് ദൈവമാണ്, മറിയം മുലപ്പാൽ കൊടുത്തത് ദൈവമാണ്, മറിയത്തിന്റെ കൈ പിടിച്ച് പിച്ച വെച്ച് നടന്നത് ദൈവമാണ്, കുരിശിൽ മരിച്ചത് ദൈവമാണ്. അതുകൊണ്ടാണ് നമ്മൾ ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധൻ, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ. അവിടെയാണ്
ദുരുപദേശങ്ങളുടെ ആണിക്കല്ല് പറിച്ചു കളയുന്ന ആ ഒരു കുരിശുവരെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. ത്രൈശുദ്ധ കീർത്തനം, എന്നെ ട്രൈസാഗിയോൺ എന്നാ പറയുന്നത്. അപ്പൊ ഞാൻ ഇസാക്കിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ ഇസാക്ക് അന്ത്യോക്യ വന്നപ്പം ഒരു മനുഷ്യനെ കണ്ടു. ഇദ്ദേഹം ഈ ത്രൈശുദ്ധ കീർത്തനം തന്റെ തത്തയെ പഠിപ്പിച്ചിരിക്കുകയാണ്. ഈ തത്ത ട്രൈസാഗിയോൻ കാണാൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ തത്ത എപ്പോഴും ട്രൈസാഗിയോൻ ചൊല്ലും. എവിടെ നിന്നാലും തത്ത ട്രൈസാഗിയോൻ ചൊല്ലിക്കൊണ്ടേയിരിക്കും. അപ്പൊ അക്കാലത്ത് ഈ വിരുദ്ധ എന്ന് പറഞ്ഞാൽ മറ്റ് വിഭാഗത്തിൽപ്പെട്ട ആളുകളെ പ്രകോപിപ്പിച്ചിരുന്നു ഈ തത്ത ചൊല്ലുന്നത്. അവരെ പ്രകോപിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ അങ്ങനെ ഒരു തത്തയുമായിട്ട് നടക്കുന്ന മനുഷ്യനെ ഇസാക്ക് കണ്ടു. ഇസാക്ക് കണ്ടിട്ട് അദ്ദേഹം അതേക്കുറിച്ച് പിന്നെ ഒരു കവിതയൊക്കെ എഴുതി, ഈ മനുഷ്യനെ കണ്ടതിന്റെ സന്തോഷത്തിൽ. മോർ ഇസാക്ക് വരെ നമ്മളായി. ഇന്ന് സമയം വളരെ നമ്മൾ മുന്നോട്ട് പോയി. നമ്മൾ തുബ്ദനിലെ പിതാക്കന്മാരെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അന്ത്യോക്യയിലെ ത്രൈശുദ്ധ കീർത്തനം കാണാതെ ചൊല്ലുന്ന ആ തത്തയുമായി നടക്കുന്ന ആ മനുഷ്യൻ നിങ്ങളുടെ മനസ്സിലൂടെ നടക്കട്ടെ. ഇന്ന് നമുക്കിവിടെ അവസാനിപ്പിക്കാം. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. May God bless you. Thank you.